നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരത് ജോഡോ യാത്ര മുതൽ കർഷക സമരം വരെ നടത്തിയെങ്കിലും ജനം പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തി നമ്മുടെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തെയും. ഇപ്പോൾ അടുത്ത കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. മറ്റൊന്നുമല്ല, മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയും AAP കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാവുന്നത് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോവുകയാണ്. പ്രതിഷേധ പാർട്ടികളുടെ ഇന്ത്യ സഖ്യം ജൂലൈ 30-ന് ജന്തർ മന്ദറിൽ റാലി സംഘടിപ്പിക്കുമെന്ന് AAP വ്യാഴാഴ്ച അറിയിച്ചു. കേജ്രിവാളിനെ ജയിലിൽ വെച്ച് ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നാണ് AAPയുടെ ആരോപണം. ജൂൺ 3-നും ജൂലൈ 7-നും ഇടയിൽ മാത്രം കേജ്രിവാളിന്റെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് 26 തവണ കുറഞ്ഞുവെന്നും ചൂണ്ടിക്കാണിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും AAP ഇതിനായി ഉദ്ധരിക്കുന്നുണ്ട്. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും കേജ്രിവാളിന്റെ ജീവിതം ഉപയോഗിച്ച് കളിക്കുകയാണെന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ ഘടകകക്ഷിയായ പാർട്ടി ആരോപിച്ചു. ആം ആദ്മി പാർട്ടിയും സഖ്യകക്ഷികളും നിരന്തരം കേജ്രിവാളിന്റെ മോശം ആരോഗ്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ആപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്നും പറഞ്ഞു. ഇതിനെ ശരിവെച്ചായിരുന്നു കോൺഗ്രസിന്റെയും പ്രതികരണം. ഇങ്ങനെ അടിച്ചു പിരിഞ്ഞവരാണ് കേജ്രിവാളിന്റെ പേരിൽ ഒരുമിച്ച് റാലി നടത്താൻ പോകുന്നത്. ഇതോടെ റാലിയുടെ പിന്നിലെ ലക്ഷ്യം എന്തെന്ന് വ്യക്തമാണ്. ഇപ്പോൾ കാലഹരണപ്പെട്ട ഡൽഹി എക്സൈസ് നയം 2021-22 ക്രമക്കേടുകളുടെ പേരിൽ കേജ്രിവാൾക്കെതിരെ ആരംഭിച്ച കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തിഹാർ ജയിലിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ഇയാൾക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നു. ED കേസിൽ അടുത്തിടെ അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എങ്കിലും CBI കേസിൽ ഇദ്ദേഹം ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഇതിനിടെ ജയിൽ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിനായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിന്റെ പരാതി. അതെങ്കിലും വർദ്ധിപ്പിക്കൂ, സിംഗ് രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. ആപ് നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം അനന്തമായി തുടരുന്നതിനിടെയായിരുന്നു സഞ്ജയ് സിംഗിന്റെ ഈ ആവശ്യം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.